വിഷമിക്കണ്ട. എല്ലാരും നമ്മളെ സഹായിക്കും. ഞങ്ങളെ വിട്ട് അമ്മ പോവാ. എന്റെ കുട്ടികളെ വിട്ടിട്ട് അമ്മനെ പോവാ. എല്ലാം ശരിയായിട്ട് അമ്മ വരൂട്ടോ. എന്റെ കുട്ടിയില്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. എന്റെ കുട്ടീനെ ഞാൻ അങ്ങനെ വളർത്തിയതാ. ആരാരുമില്ലാത്തൊരവസ്ഥയിലേക്ക് അമ്മയില്ലാത്ത മക്കളായിട്ട് വളരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരമ്മ 3 മക്കളെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ കൈ കൊപ്പുന്ന ഒരു ഗതികേട് ആർക്കും ദൈവം കൊടുക്കാതിരിക്കട്ടെ. ഇതെനിക്ക് താങ്ങാൻ പറ്റില്ല. അച്ഛൻ മരിച്ചിട്ടും കൂടെ ഞാൻ പിടിച്ചു നിന്ന് എന്റെ കുട്ടികളെ വളർത്താൻ വേണ്ടി. ഞങ്ങളെ ഒരു 3 മക്കളെ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങളെല്ലാരും ഞങ്ങളെ കുടുംബത്തിനെ സഹായിക്കണം. വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലൊക്കെ കൈ നീട്ടുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ കുടുംബത്തിനെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. വളരെ സങ്കടം നിറഞ്ഞ ഗുരുതരാവസ്ഥയിലുള്ള വെറും 36 വയസ്സ് മാത്രം പ്രായമുള്ള രണിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ 3 മക്കളടങ്ങിയ പ്രിയപ്പെട്ട അനാമികയും അമൽരാജും ആദിത്യരാജും അടക്കമുള്ള 3 മക്കളടങ്ങിയ പ്രിയപ്പെട്ട അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന ശ്രമമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ഞങ്ങള് തനിച്ചാക്കി പോവല്ല അമ്മ. മരുമോളല്ലത് മോളന്നെയാ. ഇവൾക്ക് വിഷമം വന്നപ്പോ സമയത്ത് സാമ്പത്തികമായിട്ട് അങ്ങനെ തകർന്നല്ലോ എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനിയിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഷിജുവിന്റെ ഭാര്യയാണ് രണിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട 36 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരി. എന്റെ മോളാണ്. പിന്നെ എന്റെ കുട്ടീനെ ഞാൻ നോക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങള് 3 കുട്ടികളാണ്. 3 മക്കൾക്ക് പിന്നെ ആരും ഉണ്ടാവില്ല. എന്റെ കുട്ടികളെല്ലാവരും സഹായിക്കും. ഓരോ ദിവസം ഉറങ്ങിനേക്കുമ്പോ മരണത്തിന് മുന്നിൽ കണ്ടോണ്ടാണ് എന്റെ കുട്ടിയൊക്കെ ഞാനില്ലാണ്ടായി എന്താവും എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയരുത്. ഒരുപാട് കാലം എന്റെ അമ്മ ഒറ്റയ്ക്ക് വളർത്തിയതാണ്. അച്ഛൻ മരിച്ചിട്ട് അങ്ങളമാരില്ലാതെ എനിക്ക് വേണ്ടി മാത്രം എന്റെ അമ്മന്റെ സുഖ സന്തോഷമൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാ. ഇപ്പോഴും എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല. മനസാക്ഷിയുള്ള പ്രിയപ്പെട്ട ആളുകൾ ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കണേ പ്രിയപ്പെട്ടവരെ. വളരെ സുന്ദരിയായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള പ്രിയപ്പെട്ട രണിതയുടെ ഈ നിലവിലുള്ള അവസ്ഥയാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. യാതൊരു മാർഗവും ഇല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട ആളുകളുടെ മനസ്സിൽ കല്ലല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട 3 മക്കളെ ഓർത്തെങ്കിലും ഈ മക്കളുടെ അമ്മയെ തിരിച്ചു കൊടുക്കാനുള്ള, അവരുടെ ആകെ അത്താണിയായിട്ടുള്ള പ്രിയപ്പെട്ട അമ്മയെ തിരിച്ചു കൊടുക്കാനുള്ള അവസാന അഭ്യർത്ഥനയാണ്, മാർഗമാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ ജീവിച്ചത്. എന്റെ കുട്ടിയൊക്കെ ഞാനില്ലാണ്ടായി എന്താവും എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയരുത്. കാലിനും മുഖത്തും നീര് വന്ന സമയത്താണ് ഈ പ്രിയപ്പെട്ട സഹോദരിയെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയപ്പോഴാണ് ഇരുവൃക്കകളും തകരാറിലായി എന്നുള്ള ആ വലിയ സങ്കടം ഈ കുടുംബത്തിന്റെ വാർത്തയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആൺമക്കളായിട്ട് ആരുമില്ലേ? ഇല്ല, എനിക്ക് അച്ഛനോ? അച്ഛൻ മരിച്ചു. കുട്ടിയല്ല 10 വയസ്സായപ്പോ എന്റെ കുട്ടീനെ അച്ഛൻ മരിച്ചു. എന്നാലും ഞാൻ അതൊന്നും അറിയിക്കാതെ എന്റെ കുട്ടീനെ വളർത്തി കല്യാണം കഴിച്ചു കൊടുത്തു. എല്ലാ കാര്യവും ഞാൻ കൂലിപ്പണി എടുത്ത് ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ കുട്ടീന്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാം. സഹായിക്കാൻ, ഒന്ന് സംരക്ഷണം നൽകാൻ രണിതയുടെ അച്ഛനിൽ ഒരാൺകുട്ടി ആരുമില്ല, ആൺമക്കളുമില്ല. 1 ഗ്രാം സ്വർണം പോലും ഈ അമ്മയുടെ കഴുത്തിലോ എവിടെ ഇല്ല. പ്രിയപ്പെട്ടവർ, സാറിന്റെ സഹായം ഞാൻ വളരെയധികം എനിക്ക് പറയാൻ കഴിയില്ല. വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ 3 പ്രാവശ്യം ആഴ്ചയിൽ ഡയാലിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി പോരുന്നത്. ശ്വാസതടസ്സമുണ്ട്, വോമിറ്റിംഗ് ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ക്ഷീണമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു അസ്വസ്ഥതകൾ കൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരി വലിയ പ്രയാസത്തിൽ നിൽക്കുകയാണ്. നിരവധി സമയം ശ്വാസതടസ്സം വരുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ എടുക്കുകയാണ്. 37 ലക്ഷത്തിന് മുകളിൽ നമുക്ക് സമാഹരിച്ചാലേ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ കിഡ്നി മാറ്റിവെക്കൽ സർജറിക്കും തുടർ ചികിത്സക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ചെസ്റ്റിന്റെ ഈ ഭാഗത്താണ് കത്തീഡ്രൽ വെച്ചിട്ടുള്ളത്. ഇനി ഞരമ്പ് പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ പല തുള്ളി പെരുവെള്ളമായി നിങ്ങൾക്ക് പറ്റുന്നതായിക്കോട്ടെ
ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര പേരെ നിങ്ങൾ, ഒത്തിരി കുടുംബങ്ങളെ നിങ്ങൾ സഹായിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ. ഈ പാവങ്ങൾക്ക് വേണ്ടി ഒരു നാട് ഒറ്റക്കെട്ടായിട്ട് നന്മയുള്ള നാട്ടിലെ പ്രിയപ്പെട്ട ആളുകൾ, രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് എല്ലാത്തിനും അതീതമായി പ്രിയപ്പെട്ട ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട നിലമ്പൂർ MLA നേതൃത്വത്തിൽ ഒരു നാട് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്തു വില കൊടുത്തും പണമില്ലാത്തതിന്റെ പേരിൽ റണിതയുടെ സർജറി മുടങ്ങാൻ പാടില്ല. സർജറി മുടങ്ങിയാൽ ഈ മക്കൾ അനാഥമാകും പ്രിയപ്പെട്ടവരെ. ഈ മക്കളെ സങ്കടം, ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ സങ്കടം, അതിനേക്കാൾ സങ്കടമാണ് ഈ നാട്ടിലെ പ്രിയപ്പെട്ട പരമശിവേട്ടന്റെ അണ്ണൻ എന്ന എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന ഈ പ്രിയപ്പെട്ട അച്ഛന്റെ മകന്റെ ഭാര്യയുടെ ജീവനാണ് നിങ്ങളെ മുന്നിലേക്ക് ചോദിക്കുന്നത്. പ്രിയമുള്ള പൊതുസമൂഹമേ, കാരുണ്യ മനസ്സുകളെ, നിങ്ങൾ സഹായിക്കണേ. നിങ്ങളിൽ മാത്രമാണ് കേട്ടോ പ്രതീക്ഷ. നിങ്ങളിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഈ സങ്കടം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കേണ്ട ഗതികേട് ഈ കുടുംബത്തിന് വന്നിട്ടുള്ളത്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിരി പ്രദേശത്തെ 3 മക്കളുടെ അമ്മയായ രണിതയുടെ കിഡ്നി രോഗം അത് സുഖപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു വലിയ സഹായം വേണ്ടതുണ്ട്. അത്രയും തുക ആ കുടുംബത്തിന് സമാഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ നാട് ഒരു മെയ്യായി, ഒരു മനസ്സായി ഒരുമിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും അക്കമഴിഞ്ഞ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് വിനീതമായി അപേക്ഷിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തിക സഹായത്തോടുകൂടി തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാവരും കഴിയുന്ന വിധത്തിൽ സഹായിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് സാമ്പത്തിക സഹായവും ഈ പിഞ്ചു മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾ സഹകരിക്കണം, സഹായിക്കണം. കൈപ്പിനി സ്വദേശിയായിട്ടുള്ള നമ്മുടെ പ്രിയ സഹോദരി രണിതയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് സമാഹരിക്കുന്നതിന് വേണ്ടി ലക്ഷ്യത്തിലേക്കാണ്. എന്റെ കുട്ടീനെ ജീവൻ രക്ഷിച്ചു തരണം. അത്ര 3 ചെറിയ കുട്ടികളാണ്. ഒരു അമ്മ ഇല്ലാത്ത വേദന മക്കൾ എങ്ങനെ സഹിക്കുമെന്നുള്ളത്. 3 ചെറിയ കുട്ടികളാണ്. അവരെല്ലാവരും സഹായിക്കണം. പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മയില്ലാതാവരുത്. 3 പിഞ്ചു കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ തേങ്ങുന്നത്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുന്നത്. 3 ചെറിയ കുട്ടികളാണ്. നമ്മുടെ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മയാണ്. നമുക്കറിയാം, ഒരു അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ ഉള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കാനാണ്. സഹായിക്കണേ, സഹായിക്കണേ, സഹായിക്കണേ പ്രിയപ്പെട്ടവരെ.